അപ്പോൾ നമുക്ക് തിരിച്ച് ബാംഗ്ലൂർ പോകാൻ സമയമായി. ഈ പ്രാവശ്യം പോകുമ്പോൾ വലിയ ടെൻഷനും സങ്കടമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു എക്സാം കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് തന്നെ വരും കേട്ടോ. നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായി. അതുകൊണ്ട് തന്നെ ഒരു ഡേ എക്സാം ഈ ഒരു ദിവസമാണ് വരുന്നത്. അപ്പോൾ അത് എഴുതാൻ മാത്രം വേണ്ടിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജനറലിനാണ് പോയത്. അതുകൊണ്ട് തന്നെ തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കാരണം കുറേ വീഡിയോസ് കണ്ടു, കുറേ തിരക്കുള്ള വീഡിയോസൊക്കെ. ബട്ട് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം കോളേജിലേക്ക് രാവിലെ തന്നെ കയറി. എല്ലാവരും ഭയങ്കര പഠിപ്പാണ്. കാരണം ഓണത്തിൻ്റെ സമയത്ത് ആരും പഠിക്കില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ഒരു എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ, ലാബ് എക്സാമും ആയിരുന്നു. പിന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് ലാബ് എക്സാം ആയതുകൊണ്ട് അത്യാവശ്യം ഒപ്പിച്ച് പോകാൻ കഴിയും. അതിനിടയ്ക്ക് നമുക്ക് സോനാപ്പപ്പടിയൊക്കെ സാറ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. സാറിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ട്രീറ്റ് തന്നതാണ്. അങ്ങനെ വൈകുന്നേരം വരെ കാത്തു നിന്നിട്ട് ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ച് ബസ് പിടിച്ച് നാട്ടിൽ പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാം വേണ്ടത് പഠിച്ചു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഓടി. ട്രെയിൻ നമുക്ക് 9:30 അതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ലോ ആയിട്ട് പോയാലും വലിയ സീൻ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്നും നമ്മൾ ജനറലിനാണ് പോയത്. ബട്ട് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഇന്നലത്തേനെക്കാട്ടും തിരക്ക് കുറവ് ഇന്നായിരുന്നു എന്ന് തോന്നുന്നു. സ്ലീപ്പർ കണക്ക് കിടന്നിട്ട് പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അങ്ങനെ രാവിലെ നാട്ടിലെത്തി. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ബാക്കി വീഡിയോസ് കാണാം. ഓക്കെ, ബൈ.